ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീം ട്രാവലേഴ്സ് നെസ്റ്റ്. ഇന്ന് പുതിയൊരു ട്രിപ്പിലാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സൈക്കിൾ റൈഡിന് ഇറങ്ങിയേക്കുന്നതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ജതിക്കും ഉണ്ട്. ജതിക്കിൻ്റെ അപ്പുറത്ത് അവിടെ നിൽക്കുകയാണ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം കോലഞ്ചേരി എത്തി. കോലഞ്ചേരിയിൽ നിന്ന് ആദ്യം തൊമ്മൻകുത്ത് പോയിട്ട് രണ്ടാമത് ആനയാടിക്കുത്ത് പോകുന്ന പരിപാടിയിലാണ്. വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ റൈഡായപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തതാണ്. ആദ്യമായിട്ട് പോണത് കാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് ഇപ്പോൾ ടയേർഡായിട്ടുണ്ട്. ഇനി ഒരു 40 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ വഴിയെ റൈഡിൽ കാണാം. ജതിക്ക ഒരു ഹായ് പറഞ്ഞേ. ജതിക്ക് രാവിലെ ഓറഞ്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പോയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയ ട്രിപ്പാണ്. പക്ഷേ ഞങ്ങളാകെ ടയേർഡായിപ്പോയി. ടയേർഡായിപ്പോയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊച്ചിയിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ 2 മണിക്കൂറിൽ 40 കിലോമീറ്റർ സിമ്പിളായിട്ട് ചവിട്ടും. ഒരു 24 ആവറേജ് സ്പീഡൊക്കെ ഉണ്ടാകും. പക്ഷേ ഇങ്ങോട്ട് വന്നിട്ട് ഫുള്ള് കയറ്റവും ഇറക്കവും. ഒരു കയറ്റം തീരുമ്പോൾ ഇറക്കം തീരുമ്പോൾ ഒട്ടനെ തന്നെ അടുത്ത കയറ്റം. അങ്ങനെ ചവിട്ടി ഞങ്ങൾ ആകെ പഴയ ടയേർഡായിപ്പോയി. ഞങ്ങളുടെ സൈഡിൽ കൂടെ ഈ പോകുന്നത് സൈക്കിളിൽ സ്ഥിരം ട്രിപ്പ് അടിക്കുന്ന ടീമാണ്. എല്ലാ ആഴ്ചയിലും ഓരോ ട്രിപ്പ് എന്ത് വന്നാലും ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരിവിടെ മയിലാടും പാറ, അതായത് കോലഞ്ചേരിയിൽ നിന്ന് കോലഞ്ചേരിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. മയിലാടും പാറ എന്ന സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാ ആഴ്ചയിലും നമ്മളിവിടെ ബൈക്കിൽ ട്രിപ്പ് അടിക്കുമ്പോൾ അവരെല്ലാ ആഴ്ച സൈക്കിളിലാണ് ട്രിപ്പ് അടിച്ച് പോകുന്നത്. നേരത്തെ കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. 90 കിലോമീറ്ററാണ് അതായത് പള്ളുരുത്തിയിൽ നിന്നും തൊമ്മൻകുത്ത് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. 15 കിലോമീറ്റർ എല്ലാ 15 കിലോമീറ്റർ കഴിയുമ്പോഴും ഒരു ബ്രേക്ക് എടുത്ത് പോകാം. അപ്പോൾ വലിയ ടയർഡ്നെസ് ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ റൈഡിലും പ്രാവർത്തികമാക്കിയത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ലോങ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം റൈഡിൽ എനർജി ഡ്രിങ്ക്, ഓറഞ്ച്, എല്ലാ സാധനങ്ങളും, അതായത് അധികം ലഗേജ് ബാക്കിൽ തൂക്കാണ്ട് സൈക്കിളിൽ തന്നെ വെച്ച് കിട്ടാവുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് 2-3 എനർജി ഡ്രിങ്ക് അടിച്ചിട്ട് തൊമ്മൻകുത്തിലോട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഇനിയിപ്പോൾ തൊമ്മൻകുത്തിലോട്ട് അധികം ദൂരമില്ല, ഒരു 20 കിലോമീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ.
ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തൊമ്മൻകുത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനായ തൊമ്മൻകുത്തിൽ 7 മണിക്കൂർ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. സന്തോഷമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം സൈക്കിളിന് വന്നത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ച കുറേ ആൾക്കാരുണ്ടായി. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കണ്ടോ. ഞങ്ങൾ ഇവിടെ തൊമ്മൻകുത്ത് സൈക്കിൾ ചവിട്ടി എത്തി. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ അടിച്ചിട്ട് നേരെ തൊമ്മൻകുത്ത് ഉള്ളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തൊമ്മൻകുത്ത് ഉള്ളിലോട്ട് കയറാനുള്ള എൻട്രൻസ്. 40 രൂപ പാസ് എടുത്ത് വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. ഞങ്ങൾ എന്ത് വന്നാലും കയറുന്നില്ല, കാരണം ഞങ്ങൾക്ക് സമയം വളരെ കുറവാണ്. ഇനിയിപ്പോൾ തിരിച്ച് സൈക്കിൾ ചവിട്ടി വീട്ടിലെത്താനുള്ളതാണ്. ആനചാടിക്കുത്തിൽ പോയി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം അത് വീട്ടിലോട്ട് തിരിക്കാൻ വേണ്ടി. തൊമ്മൻകുത്തിൽ നേരത്തെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാമായിരുന്നു. ഇപ്പോൾ കോവിഡിലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെയൊന്നും ഇറക്കുന്നില്ല. ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഇവിടേക്ക് ഇറക്കി തുടങ്ങുമെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഇനി ആനചാടിക്കുത്തിലോട്ട് പോകാം. തൊമ്മൻകുത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കറക്റ്റ് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു റൈറ്റിലോട്ടുള്ളൊരു വഴിയിലാണ് ആനചാടിക്കുത്തിലോട്ട് പോകേണ്ടത്. നിരവധി വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇടദിവസങ്ങളിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, തൊമ്മൻകുത്ത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റ്, അതായത് ഒരു കടയുടെ സൈഡിൽ കൂടെയുള്ള വഴി. ഒരു 10 മിനിറ്റ് മേളിലോട്ട് നടക്കാനുണ്ട്. കാറും ബൈക്കൊക്കെ കയറും. ഒരു ഇത്തിരി പാടുപെടണമെന്നേ ഉള്ളൂ, എന്നാലും കാറും ബൈക്കൊക്കെ കയറും. അപ്പോൾ കാറിനും ബൈക്കിനും മേളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളും രണ്ടാമത്തെ ലൊക്കേഷനും ഫൈനൽ ലൊക്കേഷനുമായ ആനചാടിക്കുത്തിലെത്തി. ഇനി ഇവിടുത്തെ ഒരു കുളി പാസ്സാക്കിയിട്ട് അധികം നേരം സ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഇപ്പോൾ തന്നെ തിരിക്കും. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഫാമിലിയായിട്ട് ഇടദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ തിരക്ക് പോലും കിട്ടില്ല. ഇപ്പം നല്ല തിരക്കാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ ഫാമിലിയായിട്ട് വരുമ്പോൾ ഇടദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ എന്ത് വന്നാലും നിങ്ങളിലോട്ട് തിരിച്ചു വരാം. ഓക്കെ ഗായ്സ്.